പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധ ജുമുഅ, പരിശുദ്ധ ജുമുഅ ദിവസമാണ്, യൗമുൽ ജുമുഅ. അതേസമയം നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെയൊക്കെ നാട്ടിലും ലോകത്തൊക്കെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹം, ക്രൈസ്തവ സമൂഹം, അവർക്കിന്ന് ദുഃഖവെള്ളിയാണ്. ഇന്നലെ പെസഹ വ്യാഴമായിരുന്നു. പെസഹ എന്ന പദത്തിന്റെ അർത്ഥം താണ്ടിക്കടക്കാനാണ്. പാസോവർ ഡേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇസ്രയേലി സമുദായം ഫറോവയുടെ കൈകളിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ടിരുന്നു. അങ്ങനെ അവിടുത്തെ ജീവിതം പ്രയാസപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ നിന്നും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഇടപെടൽ, അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായി ആ ജനതയെ വിമോചിപ്പിച്ചു. അങ്ങനെ ചെങ്കടൽ പിളർത്തി ഇസ്രയേലി മക്കളെ അത് താണ്ടിക്കടന്നു, ഈജിപ്തിലെ സീന മരുഭൂമി താണ്ടിക്കടന്ന് ജനസമൂഹങ്ങളെ ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തുകയും ഫറോവയെയും അനുയായികളെയും മുക്കി നശിപ്പിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അവർക്കൊരു നോമ്പുണ്ട്. ആ നന്ദിയുള്ള നോമ്പ് നമ്മളത് മുഹറം 9-10 പിടിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പെസഹ എന്ന് പറയുന്ന ആചാരം വരുന്നത്. അതിന്റെ ഭാഗമായി ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ, പിന്നീട് ചരിത്രത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലെങ്കിൽ അവരുടെ ദൈവമോ ദൈവപുത്രനോ പരിശുദ്ധാത്മാവ് എല്ലാം കൂടിച്ചേർന്ന ആ ദൈവത്തിന്റെ മിശ്രിത രൂപം, ആ മിശ്രിത രൂപത്തെ ആയ ഈസാ നബിയുടെ മരണം, കുരിശുമരണം നടന്നതിന്റെ തലേനാൾ, ആ കുരിശുമരണം നടന്നതിന്റെ തലേനാൾ സ്വന്തം ശിഷ്യന്മാരുടെ കൂടെ അന്ത്യത്താഴം കഴിച്ചതിന്റെ ഓർമ്മകളിൽ, ദിവ്യബലി നടത്തിയതിന്റെ ഓർമ്മകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് പെസഹ എന്ന് പറയുന്ന വ്യാഴാഴ്ച കാൽ കഴുകൽ ചികിത്സയും കാൽ കഴുകൽ ശുശ്രൂഷയും, അനുയായികളുടെ കാലുകൾ പുരോഹിതന്മാർ കഴുകുന്ന ചിത്രവും, അതുപോലെ തന്നെ ഈ വിശുദ്ധ അത്താഴത്തിന്റെ ഓർമ്മകളും ഒക്കെ ഉള്ള പെസഹ വ്യാഴവും ഇന്ന് ദുഃഖവെള്ളി. മലയാളത്തിൽ ദുഃഖവെള്ളി എന്ന് പറയുമ്പോഴും അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഗുഡ് ഫ്രൈഡേ എന്നാണ്. നമ്മുടെ സാധാരണ മലയാളത്തിൽ ദുഃഖവെള്ളി എന്ന് പറയുമ്പോഴും അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ ഗുഡ് ഫ്രൈഡേ എന്നാണ്. ഇതൊരു വൈരുദ്ധ്യമല്ലേ? ഇതിന്റെ വൈരുദ്ധ്യം തന്നെയാണ് മൊത്തത്തിൽ കാര്യം എന്നതാണ് ഒരു തമാശ. മൊത്തത്തിൽ തന്നെയും ക്രൈസ്തവ വിശ്വാസ, ചരിത്ര, ആചാര, അനുഷ്ഠാന നിലപാടുകൾ വരെ ഏറ്റവും അവസാനം തങ്ങളുടെ അഭിമാനം പിച്ചു ചിന്തുന്ന, തങ്ങളുടെ സഭകൾക്ക് പൂട്ടിടുന്ന, തങ്ങളുടെ കുരിശ് തകർക്കുന്ന, തങ്ങളുടെ ചാപ്പലുകളും സെമിനാരികളൊക്കെ തകർക്കുന്ന, തങ്ങളുടെ കുഞ്ഞാടുകളെ വേട്ടയാടുന്ന, തങ്ങളുടെ മിഷനറി പ്രവർത്തനത്തെ തടയുന്ന, തങ്ങൾക്ക് FCR അക്കൗണ്ട് അടക്കം നിഷേധിക്കുന്ന ആളുകളോടുള്ള സമീപനത്തിൽ പോലും അവരിൽ കുറെ ആളുകൾ എവിടെ നിൽക്കുന്നു നമുക്കറിയാം. അതിന്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്. അപ്പൊ വിശ്വാസ മേഖല മുതൽ നിലപാടുകളിൽ വരെയും വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ദുഃഖവെള്ളി എന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെ, ദൈവപുത്രനെ ഇസ്രയേലി പുരോഹിതന്മാരുടെ നിബന്ധനകൾക്ക്, നിർബന്ധത്തിന് വഴങ്ങി പിലാത്തോസിന്റെ അനുയായികളും ഇവരെല്ലാവരും കൂടിച്ചേർന്ന് കുരിശിലേറ്റി എന്ന് പറയാം. കുരിശിലേറ്റി. അപ്പൊ യേശുവിനെ കുരിശിലേറ്റി. അത് ആണ് ദുഃഖത്തിന്റെ കാരണം. അതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ചയാണ്. പക്ഷെ ദുഃഖവെള്ളി ആണെങ്കിലും എന്തുകൊണ്ട് ഗുഡ് ഫ്രൈഡേ ആയി എന്ന് ചോദിച്ചാൽ, യേശു എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവമാണ്. പക്ഷെ ദൈവം മനുഷ്യരൂപത്തിൽ പ്രാപിച്ചു. മനുഷ്യർ ബേസിക്കലി എല്ലാവരും പാപികളാണ്. ജന്മപാപം, എല്ലാവരും പാപികളാണ്. ഈ ഭൂമിയിൽ പിറക്കുന്ന എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും പാപികളാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ആദി പാപം. ഈ ഭൂമിയിൽ ജീവിതം തുടങ്ങിയ ആദമും ഹവ്വയും, അവർ വിലക്കപ്പെട്ട കനി, ആദമേ, നീയും നിന്റെ ഇണയും ഈ സ്വർഗലോകത്ത് ജീവിച്ചോ, പക്ഷേ നിങ്ങൾക്ക് വിലക്കപ്പെട്ട ഈ കനി, ഈ മരത്തിലേക്ക് നിങ്ങൾ എടുക്കരുത്. അതിലെ ഭക്ഷണം, അതിലെ പഴം നിങ്ങൾ കഴിച്ചാൽ അപ്പോൾ നിങ്ങൾ അക്രമികളായി പോകും എന്ന് അവരോട് പറയപ്പെട്ടു. ഇതൊരു ബൈബിൾ വെർഷൻ ഉണ്ട്, ഖുർആന്റെ വെർഷൻ. രണ്ടാണ്. ഖുർആന്റെ ഒരു രീതിയുണ്ട്, ബൈബിളിന്റെ രീതിയുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് പറയുന്നത്
പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് ആദമും ഹവ്വയും വഴിപ്പെട്ടു. ആദമും ഹവ്വയും ആ പഴം പറിച്ചു കഴിച്ചു എന്ന് തന്നെയാണ്. പക്ഷെ ബൈബിൾ കഥ പ്രകാരം ഹവ്വ പ്രേരിപ്പിച്ച്, ഹവ്വ ഒരു പെണ്ണ്, നാരായ വേര്, എല്ലാ പാപങ്ങളും നാരായ വേര്, നാരികളാണ്, നാരികൾ നാശത്തിന്റെ നാരായ വേരുകൾ എന്ന ഒരു കവിത പോലും ഈ ബിബ്ലിക്കൽ കൺസെപ്റ്റിന്റെ ഭാഗം. അപ്പൊ പെണ്ണ് പ്രോത്സാഹിപ്പിച്ച്, പെണ്ണ് പ്രേരിപ്പിച്ചിട്ടാണ്, അഥവാ ഹവ്വ ഉമ്മ പ്രേരിപ്പിച്ചിട്ടാണ് ആദം അത് പറിച്ചു തിന്നത്, അഥവാ അത് തിന്നാൻ പ്രേരിപ്പിച്ചത് ഹവ്വയാണ് എന്ന സങ്കല്പവും ക്രൈസ്തവതയ്ക്കുണ്ട്. ഇസ്ലാമിന് അങ്ങനെ കൺസെപ്റ്റ് ഇല്ല. പെണ്ണ് പറഞ്ഞിട്ടാണ്, ഹവ്വ പറഞ്ഞിട്ടാണ് ആദം കഴിച്ചത് എന്ന സങ്കല്പം ഇസ്ലാമിൽ ഇല്ലട്ടോ. ശരിക്കും ആദം തിന്നു, ഹവ്വയും തിന്നു, അത്രേ ഉള്ളൂ. അത് പെണ്ണ് പറഞ്ഞിട്ടാണ് എന്ന് ഇസ്ലാമിൽ കാഴ്ചപ്പാടില്ല. അതേപോലെ തന്നെ ആദമും ഹവ്വയും ഈ പഴം പറിച്ചു തിന്നു അതുകൊണ്ട് മനുഷ്യരെല്ലാവരും ആ പാപം ഏറ്റെടുത്തു. അതുകൊണ്ട് ആദി പാപം കാരണം ലോകത്ത് ജനിക്കുന്ന മുഴുവൻ മനുഷ്യക്കുഞ്ഞുങ്ങളും പാപികളാണ്. അങ്ങനെ എല്ലാവരും പാപികളായതുകൊണ്ടാണ് ഈ നമ്മുടെയൊക്കെ നാട്ടിലെ ക്രൈസ്തവ വിശ്വാസപ്രകാരം മാമോദിസ മുക്കുക എന്ന് പറയുന്നത് പോലും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പാപികളായിട്ടാണ് വീഴുന്നത്. അതുകൊണ്ട് ആ പാപികളായ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് വൃത്തിയാക്കി പാപരഹിതരാക്കുന്ന ഒരു ആചാരമാണ് മാമോദിസ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ അതിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയൊരു വർണ്ണമുണ്ട്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഇസ്ലാമില് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആദമും ഹവ്വയും തെറ്റ് ചെയ്താൽ ആ തെറ്റുകൾക്ക് അവരാണ് പാപം ചോദിക്കേണ്ടത്. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ ഉത്തരത്തെ അവര് മാത്രം. ഒരാളുടെ പാപം മറ്റൊരാൾ വഹിക്കേണ്ടതില്ല. ഞാനൊരു പാപം ചെയ്താൽ ആ പാപത്തിന്റെ ഉത്തരവാദിത്വം എന്റെ മാതാവിനില്ല, എന്റെ പിതാവിനില്ല, എന്റെ കുടുംബത്തിനില്ല, എന്റെ മക്കൾക്കില്ല, ആർക്കുമില്ല. നമ്മൾ ആര് തെറ്റും കുറ്റം ചെയ്താലും അവനവന്റെയാണ്. എല്ലാ മനുഷ്യനും അവൻ ചെയ്തത് അവനോടത്. ഒരാളുടെ ഭാരം മറ്റൊരാൾ ചുമക്കേണ്ടതില്ല. അതുകൊണ്ട് ആദമിനും ഹവ്വയ്ക്കും വീഴ്ച പറ്റിയാൽ അവര് പാപമോചനം ചോദിച്ചാൽ മതി. അങ്ങനെ ഓൾറെഡി റബ്ബന വലംന അൻഫുസന ഫതലഖ ആദമ മിർ റബ്ബിഹി കലിമാത് ഫതബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ പ്രാർത്ഥന ആദം നബിയും ഹവ്വ ബീവിയും നടത്തിയ പ്രാർത്ഥന. ഫതലഖ ആദമ മിർ റബ്ബിഹി, ഈ തെറ്റ് കുറ്റം വീഴ്ച പറ്റി നടന്നപ്പോൾ ഉടൻ തന്നെ ആദമിന് ഹവ്വയ്ക്ക് മനസ്സിലായി. അവർ പശ്ചാത്താപം ചോദിച്ചു. ഫതബ അലൈഹി, പടച്ചോൻ പാപം പൊറുക്കു കൊടുക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാ. ആദം ഹവ്വയ്ക്ക് വീഴ്ച പറ്റി, വീഴ്ച തിരിച്ചറിഞ്ഞു, അവർ പശ്ചാത്താപം ചോദിച്ചു. ആ പശ്ചാത്താപ പ്രാർത്ഥനയാണ് റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ. ഇത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ചില ദുആകൾ ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. നമുക്കൊക്കെ എന്തെങ്കിലും പാപങ്ങളോ കുറ്റങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവോട് നടത്തുന്ന പ്രാർത്ഥനകളിൽ വരേണ്ട ഒരു ദുആയാണ് ഈ റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ പ്രാർത്ഥന ആദമും ഹവ്വയും നിർവഹിച്ചതോടുകൂടി അള്ളാഹു പശ്ചാത്താപം കൊടുത്തു. പിന്നെ വേറൊരു പാപമൊന്നുമില്ല. അത്തായിബു മിനദ് ദംബി കമല്ലാ ദംബ ലഹു. അത്തായിബു മിനദ് ദംബി, ഒരു പാപത്തിൽ നിന്നും ഒരാൾ തൗബ ചോദിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് ആ പഴയ പാപമില്ല. അത്തായിബു മിനദ് ദംബി, പാപത്തിൽ നിന്ന് ഒരാൾ തൗബ ചോദിച്ചാൽ കമല്ലാ ദംബ ലഹു, പിന്നെ ആ പാപമില്ല, പാപം പുറത്തു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആദമോ ഹവ്വയ്ക്ക് ഒരു തെറ്റ് പറ്റിയാൽ അവിടെ അള്ളാഹുവോട് തൗബ ചോദിച്ചു, അള്ളാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. പിന്നെ ആദി പാപം, ജന്മപാപം, മനുഷ്യപാപി എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാമിനില്ല. അപ്പൊ അതുകൊണ്ട് എന്ന് മാത്രല്ല, ഈ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും പ്രസവിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. എല്ലാ കുട്ടികളും മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്. ഇവിടെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ്. അതൊരു പാപിയല്ല. അതിന്റെ അർത്ഥത കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. അവരെ മാതാപിതാക്കളാണ് പലപ്പോഴും ആ കുട്ടികൾക്ക് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ യഹൂദിയാക്കി കളയുന്നത്, ക്രിസ്ത്യാനിയാക്കി കളയുന്നത്, മജൂസിയാക്കി കളയുന്നത്. അങ്ങനെ പല കോലത്തിലേക്ക് ഈ മക്കളെ മാറ്റിക്കളയുന്നത് പലപ്പോഴും മാതാപിതാക്കളാണ്. ഇതിന് വേറൊരു പാഠം ഈ പേരന്റിങ്ങുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഈ ഹദീസിന് കിട്ടോ. നമ്മുടെ മക്കളെ നന്നാക്കുന്നതും മോശമാക്കുന്നതിലൊക്കെ ഒരു പങ്ക് മാതാപിതാക്കൾക്കുണ്ട്. കുട്ടികൾക്ക് വെക്കേഷൻ കാലയളവാണ്. നമ്മുടെ കുട്ടികൾ എന്താകണം എന്ന് നമുക്കൊക്കെ ഒരു ആഗ്രഹവും സ്വപ്നമൊക്കെ ഉണ്ട്. എൻ്റെ കുട്ടി നന്നാകണം,
ഒരു പലയിടത്തും ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വെക്കേഷൻ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ പ്രത്യേക സ്പെഷ്യൽ മദ്രസകൾ നടക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ദീനിയായ ഓറിയന്റേഷൻ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ കുട്ടികളെ വിടണം. നമ്മുടെ ഈ മൂവാറ്റുപുഴ ബനാത്തിലൊക്കെ പെൺകുട്ടികൾക്ക് സൗകര്യമുണ്ട്. പല സ്ഥാനത്ത് ആൺകുട്ടികൾക്കും സൗകര്യമുണ്ട്. വെക്കേഷൻ 10-15 ദിവസം കുട്ടികൾക്കൊക്കെ ഒരു ഇസ്ലാമിക സംസ്കാരം, ദീനി മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ കഴിയുന്ന സ്ഥാപന സംവിധാനങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്നവര്, നമ്മുടെ കുട്ടികൾ ശരിക്കും പറഞ്ഞ നിങ്ങളിൽ മാതാപിതാക്കളാണ് പലപ്പോഴും നിങ്ങളുടെ കുട്ടികളെ ജൂതനാക്കി കളയും, ക്രിസ്ത്യാനിയാക്കി കളയും, മജൂസിയാക്കി കളയും, കുറച്ചുകൂടി ഇന്നത്തെ ലിബറലാക്കി കളയും. പിന്നെ വേറെ പല പക്ഷങ്ങളും കൊടിപടിയൊക്കെ പിടിച്ച് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ എന്തൊക്കെയോ ആക്കി നമ്മുടെ കുട്ടികളെ മാറ്റിക്കളയുന്നതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്. കുട്ടികളെ പല നിരീശ്വര, നിർമ്മത, മതവിരുദ്ധ, മനുഷ്യവിരുദ്ധ അങ്ങനെയൊക്കെ തുടങ്ങുന്ന പല കൂട്ടായ്മകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിട്ട് അതിനെയൊക്കെ കൊടി പിടിച്ച് അതിനെയൊക്കെ ഫാൻസായി മാറി കുട്ടികൾ പലതുമായി മാറിപ്പോകുന്നതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട് എന്ന കാര്യം വരികൾക്കിടയിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ വെക്കേഷൻ കാലയളവുകളിലൊക്കെ വേനൽക്കാല കോഴ്സുകളൊക്കെ എവിടെയെങ്കിലും അതിലൊക്കെ കുട്ടികളെ വിടുകയും ഖുർആനും ദീനിയായ സംസ്കാരം പഠിപ്പിക്കാൻ ബോധപൂർവം മാതാപിതാക്കൾ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ജന്മപാപികളാണ് എന്ന കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. പക്ഷെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യർ പാപികളാണ്. ആ പാപം പരിഹരിക്കാൻ മനുഷ്യർ ചെയ്ത പാപം, ആദിപിതാവും ആദിമാതാവിന് സംഭവിച്ച പാപം, അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ മേൽ ചുമത്തി. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും പാപികളാണ്. പക്ഷെ പാപം മുഴുവൻ പരിഹരിക്കാൻ വേണ്ടി ദൈവം മനുഷ്യപുത്രനായി വരികയും എന്നിട്ട് കുരിശിലേറുകയും ചെയ്തു. സ്വന്തം ജീവൻ വരെ ത്യജിച്ച് ജീവത്യാഗം നടത്തി കുരിശിലേറി അങ്ങനെ കുരിശു മരണം പ്രാപിക്കുക വഴി യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പാപത്തെ പാപപരിഹാര സിദ്ധാന്തം, അങ്ങനെ പാപങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴും വീണ്ടും തമാശയുണ്ട്. ഈസാ നബി ദൈവം തന്നെ മനുഷ്യനായി മാറുക, ദൈവം മനുഷ്യരൂപം പ്രാപിക്കുക, എന്നിട്ട് മനുഷ്യനെ പോലെ മരിക്കുക, ജീവിക്കുക, ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥിക്കുക, ദുഃഖിക്കുക, സങ്കടപ്പെടുക, വിലപിക്കുക, ഇതൊക്കെ യേശു ചെയ്തു. ഒരു ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തു. കരയുന്ന ദൈവം, ഭക്ഷണം കഴിക്കുന്ന ദൈവം, സങ്കടപ്പെടുന്ന ദൈവം, ദുഃഖിക്കുന്ന ദൈവം, മരിക്കുന്ന ദൈവം, ജനിക്കുന്ന ദൈവം, ഇതൊന്നും ഇസ്ലാമിൽ ദൈവസങ്കല്പത്തിന് ചേർന്നതല്ല. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന ആയത്തിന്റെ അർത്ഥം മർമ്മ ഇതാ. ദൈവം നിങ്ങൾ വിചാരിക്കണ മാതിരി ആരുടെയും പിതാവല്ല, ആരുടെയും മകനുമല്ല, എവിടെയും ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. അതൊക്കെ മനുഷ്യരാ. ദൈവം വേറെ, ദൈവം ഏകനാ. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ, തൗഹീദ്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ക്രൈസ്തവ വിശ്വാസ പ്രകാരം ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യനായി രൂപം കൊള്ളുകയും എന്നിട്ട് മനുഷ്യന്റെ പാപ പരിഹാരം എന്നോണം കുരിശു മരണം പ്രാപിച്ചു. അപ്പോഴും ചോദ്യം വീണ്ടും ഉണ്ട്, എങ്കിലും വീണ്ടും മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകത്ത് പാപങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് അങ്ങനെ ആലോചിച്ചു നോക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ പാപങ്ങൾ മദ്യം, വ്യഭിചാരം, ചൂതാട്ടം, ലോട്ടറി, ഗാംബ്ലിങ്ങൾ, യുദ്ധങ്ങൾ, ഇതൊക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആരാ? ലോകത്തെ ഏറ്റവും മദ്യപിക്കുന്ന സമൂഹം ആരാ? ലോകത്ത് വ്യഭിചാര ചന്തകളുള്ളത് എവിടെയാ? ലോകത്ത് വലിയ ചൂതാട്ടങ്ങൾ നടക്കുന്നത് ആരാ? ലോകത്ത് പലിശയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാ? ഇതിലൊക്കെ ഞാൻ പറയുന്നത് കൃത്യമായി ചില അർത്ഥമുണ്ട് കേട്ടോ. ഇന്ന് ലോകത്ത് ഇതൊക്കെ ഹലാലായ, ഇതൊക്കെ ഹലാൽ. എൻ്റെ ഖുത്ബയുടെ തുടക്കം പറഞ്ഞില്ലേ, ഹലാലായ. എന്ത് രസമുള്ള വാക്കാന്നറിയുന്നു. എല്ലാ വെള്ളിയാഴ്ച ജുമാ ഖുത്ബയിലും ഖത്തീബ് പറയാം, ഹറാമുകളെ സൂക്ഷിക്കുക, ഹലാലുകൾ. ആ വാക്കിനൊക്കെ എന്തർത്ഥമുണ്ട്? അള്ളാഹു ഹലാലാക്കിയതിന് നിങ്ങൾ ഹലാലാക്കണം, അള്ളാഹു ഹറാമാക്കിയതിന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. അതാണ് ഖുത്ബയിലെ മർമ്മം. വളരെ പ്രധാനപ്പെട്ട ഊസിക്കും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നത് അത്ര അർത്ഥത. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ മനുഷ്യര് പാപികളായ മനുഷ്യന്റെ പാപ പരിഹാരം എന്നോണം ദൈവം മനുഷ്യപുത്ര സ്വീകരിച്ച് എന്നിട്ട് ആ ദൈവം ഏതോർത്ഥത്തിൽ കുരിശിലേറി മരണം പ്രാപിച്ച് അങ്ങനെ മനുഷ്യരുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും അത് വിശ്വസിച്ചിട്ടും പിന്നെയും മനുഷ്യർ പാപികളായി ജീവിക്കുന്നു. ആ പാപങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ എവിടെയുള്ളത്? അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ശരിക്ക് ഇസ്ലാമിനോട് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ക്രൈസ്തവ ജൂതന്മാർക്കുള്ള വിരോധത്തിന്റെ കാരണങ്ങൾ, രണ്ട് കാരണങ്ങൾ. അതിനൊരു കാരണം ഖുർആൻ പറയുന്നത് അറിയോ? ഖുൽ ഹൽ തൻഖിമൂന മിന്നാ ഇല്ലാ അൻ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില മിൻ ഖബൽ വഅന്ന അക്സറകും ഫാസിഖൂൻ. നിങ്ങൾക്ക് ഞങ്ങളോട് ഇത്ര ദേഷ്യം എന്താ?
ഖുൽ ഹൽ തൻഖിമൂന മിന്ന, എന്തിനാ ഇപ്പൊ ഞങ്ങളോട് ഇത്ര ദേഷ്യം? എന്തിനാ ഈ അമേരിക്കൻ സാമ്രാജ്യത്വ ട്രംപിന്, ബുഷുമാർക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്ക് മുസ്ലിങ്ങളോട് ഇത്ര വിരോധം, അത്ര വെറുപ്പ്? എന്താ സംഭവം? നിങ്ങൾക്ക് എന്തിനാ മുസ്ലിങ്ങളോട് ഇത്ര വിരോധം, വെറുപ്പ്? ഖുൽ ഹൽ തൻഖിമൂന മിന്ന, നിങ്ങൾ ഞങ്ങളോട് പ്രതികാരം ചോദിക്കുന്നത്, ഞങ്ങളോട് ദേഷ്യം എന്താണ്? ഇല്ലാ അൻ ആമന്ന ബില്ലാഹി വമാ ഉൻസില മിൻ ഖബൽ, ഞങ്ങൾക്ക് ഇറങ്ങിയ ഗ്രന്ഥത്തിലും ഞങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഗ്രന്ഥത്തിലും കൃത്യമായി വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നതല്ലേ? ഞങ്ങൾ വിശ്വാസപരമായി ശരിയായ വഴിയിലാണ് എന്നതല്ലേ? ഒന്നുകൂടി ശ്രദ്ധിക്കണം എല്ലാവരും. ഖുൽ ഹൽ തൻഖിമൂന മിന്ന ഇല്ലാ അൻ ആമന്ന ബില്ലാഹി വമാ ഉൻസില മിൻ ഖബൽ, ശരിയായ വിശ്വാസം മുസ്ലിങ്ങളുടെ കൈകളിലാണ്. ശരിയായ വിശ്വാസം, യഥാർത്ഥ ദൈവത്തെക്കുറിച്ച്, നേരത്തെ ദൈവപുത്രനെ കുറിച്ച്, ദൈവപുത്ര സങ്കല്പത്തെക്കുറിച്ച്, പാപപരിഹാരത്തെക്കുറിച്ച്, കുരിശുമരണമാണല്ലോ ഇവിടെ നിന്ന് സ്മരിക്കപ്പെടുന്നത്. ഇസ്ലാമിലെ കുരിശുമരണത്തെ കുറിച്ച് എന്താ പറയുന്നത്? വഖൗലിഹിം, അവരുടെ വാക്കുകൾ, ഇന്ന ഖത്തലൽ മസീഹ ഈസ ഇബ്നു മറിയം, ഞങ്ങൾ മസീഹിനെ, ഈസ ഇബ്നു മറിയമിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസാ നബിയെ ഞങ്ങൾ കൊന്നു എന്നവർ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് വമാ ഖത്തലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. വമാ ഖത്തലൂഹു, അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല. വമാ സലബുഹു, അവർ അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടുമില്ല. വലകിൻ ശുബ്ബിഹ ലഹും, അതേസമയം ചെറിയൊരു എന്താ പറയാ, തശ്ബീഹ് ഉണ്ടായിട്ടുണ്ട്, ചെറിയൊരു അവ്യക്തം ഉണ്ടായിട്ടുണ്ട്. ഈസാ നബിയെ കുരിശിലേറ്റിയിട്ടില്ല, പക്ഷെ വേറെ ആരോ കുരിശിലേറ്റിയിട്ടുണ്ട്. അങ്ങനെ ചർച്ചയുണ്ട്. വലകിൻ ശുബ്ബിഹ ലഹും, ഈസാ നബി കുരിശിലേറ്റാൻ സാധിച്ചിട്ടില്ല, പക്ഷെ ആരോ കുരിശിലേറ്റിയിട്ടുണ്ട്. അത് ജൂദാസ് ആണെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ബർന്നബാസിന്റെ സുവിശേഷത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈസാ നബിയെ അവർ കൊന്നിട്ടില്ല, ഈസാ നബിയെ അവർ കുരിശിലേറിയിട്ടുമില്ല. അക്കാര്യം കൃത്യമായി മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇതിലേക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഒരുപാട് സംശയങ്ങൾക്കുള്ളിലായിരിക്കും. അവർ കുറെ ഊഹാപോഹങ്ങളും കുറെ ആരൊക്കെയോ എഴുതി പിടിപ്പിച്ച പിൽക്കാല സുവിശേഷങ്ങൾ വിശ്വസിക്കുന്നല്ലാതെ യഥാർത്ഥ വിശ്വാസത്തിൽ എല്ലാവരും അവർ അദ്ദേഹത്തെ ഒരിക്കലും കൊന്നിട്ടില്ല. അത് ഖണ്ഡിതമായി, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അവർ അങ്ങനെ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ഒരിക്കലും കൊന്നിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുന്നു. അള്ളാഹു ഏറെ പ്രതാപവാനാണ്, എല്ലാം യുക്തി നിർഭരമായി നിർവഹിച്ച വ്യക്തിയാണ് പടച്ചറബ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പഠിപ്പിക്കുന്നത് ഈ ക്രൈസ്തവരുടെ കുരിശു മരണം എന്നത്, യേശുവിന്റെ കുരിശു മരണം എന്നത് യഥാർത്ഥം സംഭവിച്ചിട്ടില്ല. മനുഷ്യന്റെ നേരത്തെ പാപപരിഹാര സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ ഈ പാപ വിചാരങ്ങൾ ഇതൊന്നും ശരിയായി കാഴ്ചപ്പാടില്ല എന്ന് ഖുർആൻ കൃത്യമായി പറയുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ ഒരു സമകാലിക പ്രസക്തി കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ദേഷ്യം, ഖുൽ ഹൽ തൻഖിമൂന മിന്ന ഇല്ലാ അൻ ആമന്ന ബില്ലാഹി വമാ ഉൻസില മിൻ ഖബൽ, ഞങ്ങൾ വിശ്വസിക്കുന്ന അഥവാ വിശുദ്ധ ഖുർആനും ബൈബിളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ ധൈര്യമുണ്ടോ? ഖുർആനിൽ പറഞ്ഞതും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനവും വസ്തു വെക്ക്. എന്നിട്ട് നിങ്ങൾ ബൈബിള് അല്ലെങ്കിൽ തോറ, നിങ്ങളുടെ ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ഒക്കെ വെച്ചിട്ട് വിശ്വാസ, ചരിത്ര, ആരാധന, അനുഷ്ഠാനങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത്, ഒന്ന് താരതമ്യം ചെയ്ത് ഒന്ന് പഠിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നവരാ മുസ്ലിങ്ങൾ. അങ്ങനെ പഠിക്കാൻ തയ്യാറായാൽ അതിന്മേൽ അവർ യഥാർത്ഥത്തിൽ അവർ പരാജയപ്പെടും. വിശ്വാസപരമായി കൂടുതൽ ശരി, യഥാർത്ഥ ശരി ഇസ്ലാമാണ്, ഖുർആനാണ്, മുഹമ്മദ് നബി പറഞ്ഞതാണെന്ന് പറയേണ്ടി വരും. അതാണ് സത്യം പറഞ്ഞ നമ്മളോടുള്ള വിരോധത്തിന് ഒരു കാരണം. ഈ കേരളത്തിൽ പോലും സത്യത്തിൽ ഈ ക്രിസംഗി ധാരകൾ വളർന്നു വരുന്നതിന് ഒരു ചരിത്രം, അതിലൊക്കെ അഭിപ്രായത്തിൽ നമുക്കൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു 1990 അല്ലെങ്കിൽ 2000 കാലയളവുകളിലൊക്കെ കേരളത്തിലൊക്കെ ഈ മതസംവാദം ശക്തിപ്പെട്ട്, മതാന്തര സംവാദങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ എം അക്ബർ സാഹിബിനെ പോലൊക്കെ ഉള്ള ആളുകളൊക്കെ നടത്തിയ ഒരുപാട് സംവാദങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, അത്തരം പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ശരിക്കും പറയാം ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ വിശ്വാസങ്ങളും അവരുടെ ചരിത്രങ്ങളും ദുർബലമാണെന്നും യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ വസ്തുതകളും ഇസ്ലാമിന്റെ പക്ഷത്താണ് എന്ന ഒരു ചർച്ച അതിവിടെ വ്യാപകമായി വന്നു.
അപ്പൊ തങ്ങളുടെ വിശ്വാസ വൈകല്യങ്ങൾ തുറന്നു കാണിക്കപ്പെടുകയും തങ്ങളുടെ വിശ്വാസങ്ങളെക്കാൾ ഉന്നതമായ വിശ്വാസം, ശരിയായ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെതാണ് എന്ന ഒരു വലിയ ചർച്ച ഇവിടെ നടന്നു എന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇസ്ലാമോഫോബിയുടെ പുതിയ കാലഘട്ടത്തെ കാരണങ്ങളൊന്നാണ്. ഒരു കാരണം അതാണ്. ലോക ചരിത്രങ്ങൾ തന്നെ ഇന്നും നമ്മുടെ ഈ ക്രിസ്തങ്കി ധാരകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, നമ്മളിപ്പോ ഈ അന്തോക്കിയ, ഈ ഇപ്പോഴത്തെ നമ്മള് ഇറാഖ്, എന്ന് ഖുർആൻ പറയുന്ന ആ ഗ്രാമം അന്തോക്കിയ, അത് യഥാർത്ഥത്തിൽ സിറിയയിലാണ്. ഇറാഖ്, സിറിയ അല്ലെങ്കിൽ തുർക്കി, ഇങ്ങനെ പല, എന്തായാലും അത്തരം പ്രദേശങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഈ പ്രദേശത്തൊക്കെ യാക്കോബായ ക്രിസ്ത്യാനികൾ, ഈ ബാബക്കക്ഷി, ഓർത്തഡോക്സ് ഒക്കെ നമ്മുടെ ഇവിടുത്തെ തന്നെ അവരുടെ ചരിത്രം, അവർ ഇവിടെ തന്നെയാണ്. നമ്മുടെ നാട് കേന്ദ്രീകൃതമായ ചരിത്രമാണെങ്കിൽ യാക്കോബായ ക്രിസ്ത്യാനി മഹാഭൂരിപക്ഷം ഒക്കെ വിശ്വസിക്കുന്നത് ഇറാഖ്, സിറിയ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ സഭകളിലാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അത്തരം നാടുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ തുർക്കി എന്ന് പറയുന്നത് സെന്റ് പോളിന്റെ നാടാണ്, പൗലോസിന്റെ നാടാണ് തുർക്കി. ആ തുർക്കി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിലെ ക്രൈസ്തവ സാമ്രാജ്യമായിരുന്നു. ഹഗാ സോഫിയ, ഹയാ സോഫിയ ഒക്കെ ചർച്ച ചെയ്യുന്നത്, ഹയാ സോഫിയ, ഹഗാ സോഫിയ എന്നൊക്കെ പറയുന്നത് പഴയ തുർക്കി എന്ന് പറയുന്നത് തന്നെ ക്രൈസ്തവ കോൺസ്റ്റന്റാനിയൻ ചക്രവർത്തിയുടെ സ്വാധീനമുള്ള കോൺസ്റ്റന്റൻ എന്ന് പറയുന്നതിലെ ഒരു കാലഘട്ടത്തിലെ ക്രൈസ്തവ രാജാവിനെ വരെ കോൺസ്റ്റാന്റിനോപ്പിൾ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രൈസ്തവ മതം ഔദ്യോഗികമായി സ്വീകരിച്ചിരുന്ന നാടാണ് തുർക്കി. ആ നാട് മൊത്തത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെ ഇസ്തംബൂളായി, ഇസ്തംബുൾ ഇസ്ലാംബൂളായി. അങ്ങനെ ആ നാട് മുഴുവൻ, അത് കോൺസ്റ്റാന്റിനോപ്പിള്, ഇറാഖ്, ഇറാന്, ഫലസ്തീന്, ജോർദാന്, ഇതെല്ലാം ക്രൈസ്തവ സാമ്രാജ്യങ്ങളായിരുന്നു. ക്രൈസ്തവ സാമ്രാജ്യം, ക്രൈസ്തവ സമൂഹങ്ങളായിരുന്നു അവിടങ്ങളിലേക്ക് ഉണ്ടായിരുന്നത്. റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. ക്രൈസ്തവമായ പുരോഹിതന്മാരുടെ കൈ, സാക്ഷൽ മസ്ജിദുൽ അഖ്സ ഉൾപ്പെടെ ഫലസ്തീന്റെ, സിറിയയുടെ, ഇറാഖിന്റെ പ്രവാചകന്മാരുടെ മണ്ണ് മുഴുവൻ ഒക്കെ ഇസ്ലാമിന്റെ കയ്യിലാണ്. ശരിക്കും അതൊക്കെ ഇസ്ലാമിന്റെ കൈകളിലായി മാറി. അത് എന്തുകൊണ്ട് മാറി എന്ന് വെച്ചാൽ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടന്നപ്പോൾ ഇസ്ലാമാണ് ശരി എന്ന് വിചാരിച്ച് ക്രൈസ്തവ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കൂട്ടമായി ക്രൈസ്തവ മണ്ണുകൾ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ക്രൈസ്തവ മണ്ണ് മുഴുവൻ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന മണ്ണ്. പിന്നെ ക്രൈസ്തവത ഉള്ളത് യൂറോപ്പിലാണ്. റോം, എന്താ പറയാ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവത. ആ ക്രിസ്തുമതം എന്തെന്ന് വേറെ ചർച്ച ചെയ്യണം. ഞാനിപ്പോ ഇങ്ങനെ പറയാൻ കാരണം, ഈ രൂപത്തിൽ ഇസ്ലാമിനോട് നിങ്ങൾക്കുള്ള വെറുപ്പ് എന്തിനാണ് ഇന്ന് അമേരിക്ക, ശരിക്കും അമേരിക്ക യുദ്ധം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഒരു വേള വെറുതെ ഒരു തമാശക്ക് ആലോചിക്കുക, അമേരിക്ക എന്തിനാണ് ഇപ്പൊ ഇറാനോട് യുദ്ധം ചെയ്യുന്നത്? ഫലസ്തീനിനെ കൂട്ടക്കൊല ചെയ്യുന്നത് എന്തിനാണ്? ഇസ്രയേലിന് വേണ്ടിയിട്ട്. ഇസ്രയേൽ ആരാ? അമേരിക്കയും ഇസ്രയേൽ പ്രതിനിധിക്കുന്ന സാമ്രാജ്യത്വ സിയോണിസവും കൊന്നും തിന്നും ജീവിച്ച, അങ്ങോട്ട് കൊന്നു ഇങ്ങോട്ട് കൊന്നു, അങ്ങോട്ട് കൊന്നു ഇങ്ങോട്ട് തിന്നു, കൊന്നും തിന്നും ജീവിച്ച നിങ്ങൾക്ക് എങ്ങനെ ലോകത്ത് സാമ്രാജ്യത്വ സിയോണിസ്റ്റുകൾക്ക് തമ്മിൽ ഒരു അഭിപ്രായ ഐക്യത്തിനുമുള്ള സാധ്യത അവരുടെ ചരിത്രത്തിലില്ല, അവരുടെ വിശ്വാസത്തിലുമില്ല. ഈസാ നബിയെ നമ്മൾ അലൈഹിസ്സലാം എന്നാ വിളിക്കണേ. ജൂതന്മാർ വിളിക്കുന്നത് തന്നെയും യഥാർത്ഥത്തിൽ ജാരസന്തതി എന്ന. അതിന് മലയാളത്തിൽ നമ്മളത് പറയാൻ കൊള്ളാമോ? യേശുവിന്റെ മാതാവിനെ ജൂതന്മാരെന്താ വിളിക്കുന്നത്? നമുക്ക് പറയാൻ കൊള്ളില്ല. അത്രയും മോശപ്പെട്ട പദമാണ് മഹാനായ മറിയമിനെ കുറിച്ച്. സുഹൃത്തു മറിയം, ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال ربي إني وهن العظم مني واشتعل الرأس شيبا. എന്ത് മനോഹരമായ അധ്യായ സുഹൃത്തു മറിയം. മേരി, മറിയം, ഈസബിന് മറിയം. ഇസ്ലാം എത്ര ആദരവോടുകൂടി എന്ന ജൂതന്മാര് മേരിയെ പറ്റി, മറിയത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഈസാ നബിയെ കുറിച്ച് എന്താ പറയുന്നത്? ഈസാ നബിയുടെ ചരിത്രത്തിൽ ഈസാ നബി വേട്ടയാടിയതാരാ? ഈസാ നബി കുരിശിലേറ്റാൻ നിർബന്ധിച്ചതാരാ? ഈ കുരിശ് എന്ന് പറയുന്ന സാധനം പോലും യേശുവിന്റെ തലയിൽ കൊണ്ട് യേശുവിനെ കുരിശിലേറ്റിയതാരാ? സ്വന്തം ദൈവത്തെ കൊന്നവർ, സ്വന്തം ദൈവപുത്രനെ കൊന്നവർ, സ്വന്തം ദൈവമാതാവിനെ ആക്ഷേപിച്ചവർ. അവിടുന്ന് അങ്ങോട്ട് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ക്രിസ്തു യേശുദേവൻ ജനിച്ചത്, യേശുദേവന്റെ ശിഷ്യന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തതാരാ? ഈ പൗലോസും പിന്നീട് വന്ന ആളുകളൊക്കെ വേട്ടയാടിയതാരാ? നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന അത്യാവശ്യം പല കുറവുള്ളത് വേറെ സമയം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ക്രൈസ്തവരെ, നിങ്ങൾക്ക് എങ്ങനെ ജൂതന്മാരുടെ കൂടെ നിൽക്കാൻ കഴിയും? എങ്ങനെ നിങ്ങൾക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ദൈവവും ദൈവപുത്രവും നിങ്ങളുടെ വിശ്വാസവും AD 300 വരെ കൃത്യമായി ക്രിസ്തു മതത്തെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്ത് ആട്ടി ഓടിച്ചവരാരാണ്? ജൂതന്മാരാ.
പിന്നീട് നമ്മളാണ് പിന്നെ നേരെ തിരിച്ച് പിന്നീട് നേരെ സാക്ഷി ഇസബെല്ല രാജ്ഞിയും ഫെർഡിനൻഡ് രാജാവ് സ്പെയിനില് 2.5 ലക്ഷം ക്രിസ്ത്യാനികളെ 2.5 ലക്ഷം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തവരാണ് ഫെർഡിനൻഡ് രാജാവ്, ഇസബെല്ല രാജ്ഞി. കുരിശുദ്ധത്തിന്റെ ആദ്യ തുടക്കം മുതൽ. നെപ്പോളിയൻ എന്ന് പറയുന്ന ക്രൈസ്തവ സാമ്രാജ്യം 5 ലക്ഷത്തോളം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലർ 60 ലക്ഷത്തോളം, അങ്ങനെ കണക്കാൻ കൂടെ ഒരുപാട് പറയുന്നുണ്ട്. ഗ്യാസ് ചേംബറുകളിലൂടെ, ഇവരൊക്കെ ശുദ്ധ കത്തോലിക്ക ക്രിസ്ത്യൻ ഭരണാധികാരികളാണ്. ഈ ഇസബെല്ല രാജ്ഞിയും ഫെർഡിനൻഡ് രാജാവും അതേപോലെ തന്നെ ഈ പറയുന്ന നെപ്പോളിയനും സാക്ഷാൽ ഹിറ്റ്ലർ വരെയുള്ളവരെല്ലാം ക്രൈസ്തവ സാമ്രാജ്യം ഹോളോകാസ്റ്റ് എന്ന് പറയാൻ തന്നെയും ജൂതന്മാരെ ക്രൂരമായി കൂട്ടം ചെയ്ത ക്രൈസ്തവ യൂറോപ്പിന്റെ ചരിത്രമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ന് ഈ ഫലസ്തീന്റെ മണ്ണിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫലസ്തീൻ വിഷയത്തിൽ ജൂതന്മാർക്ക് എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ആ വിദ്വേഷത്തിന് അവർ മറുപടി ചോദിക്കേണ്ടത് നിങ്ങൾ പോകേണ്ടത് ഫലസ്തീനിലേക്കല്ല, റോമിലേക്കാണ് വേണ്ടത്. റോമിൽ ഇറ്റലിയിലേക്ക് പോയി. കാരണം അവരാണ് നിങ്ങളെ ഫലസ്തീന മണ്ണിൽ നിന്ന് ജൂതന്മാരെ മുഴുവൻ ആട്ടി ഓടിച്ചതാരാ? ഇപ്പോഴത്തെ ഫലസ്തീനികളാ? ഇപ്പോഴത്തെ അറബികളാ? ഫലസ്തീന്റെ മണ്ണിലുണ്ടായിരുന്ന ജൂതന്മാരെ ആ മണ്ണിൽ നിന്നും ആട്ടിയിറക്കിയത് മുഴുവൻ ജൂതന്മാരെ ആ നാട് വിട്ട് പുറത്തു പോകണം എന്ന് പറഞ്ഞത് അവിടുത്തെ ക്രൈസ്തവ റോമൻ സാമ്രാജ്യമാണ്. ക്രൈസ്തവ റോമൻ ചക്രവർത്തികളാണ് ഇസ്രയേലിലെ ഫലസ്തീന മണ്ണിൽ ജൂതന്മാരെ മുഴുവൻ ആട്ടി പുറത്താക്കിയത്. അതുകൊണ്ട് ഇന്ന് ലോകത്തെ ജൂതന്മാർക്ക് തങ്ങളുടെ മണ്ണാണ് ഫലസ്തീൻ, അല്ലെങ്കിൽ തങ്ങളുടെ മണ്ണിൽ നിന്ന് പുറത്താക്കി എന്ന് പറയണമെങ്കിൽ അത് പറയേണ്ടതും അത് ചോദിക്കേണ്ടതും അങ്ങനെ വല്ല പറയേണ്ടതെങ്കിൽ അത് ഇറ്റലിയോടെ ചോദിക്കും, റോമിനോടെ ചോദിക്കേണ്ടത്. അത് ഫലസ്തീനിലെ ആ നാട്ടിലെ ജനങ്ങളല്ല ചെയ്തില്ല, മുസ്ലിങ്ങളല്ല ജൂതന്മാരെ ഫലസ്തീന മണ്ണിൽ നിന്നും ആട്ടി ഓടിച്ചത്. അങ്ങനെ അവിടെയുള്ള ജൂതന്മാർ എത്രയുണ്ട് എങ്ങനെയുണ്ടെന്നല്ല പറഞ്ഞത്. ഏതെങ്കിലും ചരിത്രത്തിൽ ഫലസ്തീന മണ്ണിലെ ക്രിസ്ത്യാനികളെ ഏതെങ്കിലും അർത്ഥത്തിൽ ആട്ടി ഓടിച്ച ചരിത്രം ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാണ്, റോമൻ സാമ്രാജ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ ഒരു ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകത്തെമ്പാടും ഒരു പക്ഷേ യുദ്ധത്തിന് പോലും ഈ പറയുന്ന ട്രംപ് നടത്തുന്ന ലോകത്ത് അമേരിക്ക സാമ്രാജ്യത്വം നൽകുന്ന ക്രൂരമായി ഇസ്രയേലിനോട് ദുആ ചെയ്യുന്ന, ഇസ്രയേലിൽ പ്രാർത്ഥിക്കുന്ന, ഇസ്രയേൽ രാജ്യം ശക്തിപ്പെടണം. ആമോസ് ദേവൻ പറഞ്ഞിട്ടുണ്ട് ഗസയുടെ മണ്ണിൽ തീഗോളം തിളയ്ക്കുമെന്ന്. അതുകൊണ്ട് ഫലസ്തീൻ ചുട്ടരിക്കപ്പെടട്ടെ, ഇസ്രയേൽ വാഴ്ത്തപ്പെടട്ടെ, ഇസ്രയേലിൽ ഹല്ലേലൂയ പാടുന്ന, ഇസ്രയേലിൽ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഇസ്രയേൽ വിജയിച്ചു വരുമ്പോഴേ യേശുക്രിസ്തു തിരിച്ചു വരൂ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു ന്യൂ കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്ന നവയാഥാസ്ഥിക വിഭാഗം എന്ന് പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ധാരകൾ, അത് ഇന്ന് അമേരിക്കയിൽ ട്രംപൊക്കെ അതിന്റെ ഭാഗം അതിൽ വിശ്വസിച്ച് നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് ആളുകൾ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ ധാരയിൽപ്പെട്ട ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ടീമുകൾ യഥാർത്ഥത്തിൽ അവർ എത്ര പരിഹാസ്യമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ എന്ന് യേശുദേവൻ ചോദിച്ചത് മാതിരി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇത്തരമൊരു ചരിത്രം ഫലസ്തീനിൽ നടക്കുന്ന ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുറക്ക് ഇസ്രയേൽ ജൂതൻ യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യാനികളെ അമേരിക്ക അടക്കം കാണുന്നത്, അറബ് രാജ്യങ്ങളെ കാണുന്നൊക്കെ തങ്ങളെ കഴുതകൾ തങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള കഴുതകളാണ് മറ്റ് സമുദായങ്ങൾ എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് അമേരിക്കയെ ഒരു കഴുതയെ പോലെ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത നെതന്യാഹു, ട്രംപ് എന്ന കഴുത, ആ കഴുതപ്പുറത്ത് അമേരിക്ക എന്ന കഴുതയുടെ പുറത്ത് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്രയേൽ. ഒരുപക്ഷെ അറബ് രാജ്യങ്ങളിലെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യാണ് ഇസ്രയേലും ട്രംപും അടങ്ങുന്ന സംഘങ്ങൾ. മനസ്സിലാക്കുക, തൽമുദിൽ തങ്ങളല്ലാത്ത ജനങ്ങളെ കഴുതകളെ പോലെ കാണുന്നതും ആ കഴുതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന രീതിയിലാണ്. അതാണ് ഇന്ന് അറബ് രാജ്യങ്ങൾ ഈ ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റി എന്ത് പറയാൻ. അതുകൊണ്ട് ഇന്നത്തെ ലോക രാഷ്ട്രീയത്തെ കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ കേരള രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് ലോകരാഷ്ട്രീയം പറയേണ്ടി വരുന്നത്, ലോകരാഷ്ട്രീയത്തെ തൊട്ട് ഇങ്ങനെ പഠിച്ച് നിങ്ങൾ ഇവിടം വരെ വരണം. എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയം ഒറ്റ വാക്ക് പറയാണ്, ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷനിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടില് സംഘപരിവാർ, അതാണ് രാഷ്ട്രീയമായി നമ്മുടെ ശത്രു. രാഷ്ട്രീയ എതിരാളി സംഘപരിവാറാണ്. കാരണം അത് ഇസ്ലാം വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രത്യയശാസ്ത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. ഇസ്ലാം വിരുദ്ധ മുസ്ലിം വിരുദ്ധ വേറെ അജണ്ടകളൊന്നും ഇല്ല. ആകെ ഒറ്റവിള അജണ്ട, ഒറ്റവിളത്തോട്ട, മൂന്നാറൊക്കെ എത്തുന്ന ഒറ്റവിളത്തോട്ട തേയില മാത്രമേ ഉള്ളൂ. സംഘപരിവാറിന്റെ ഒറ്റവിള അജണ്ടകൾ, മുസ്ലിം വിരോധം മാത്രം, മുസ്ലിം വെറുപ്പ്, വിദ്വേഷം, അത് വിറ്റ് മുതലാക്കി അതിന്റെ മറവിലും ചെലവിലും അത് മാർക്കറ്റ് ചെയ്ത് അത് കച്ചവടം ചെയ്തുകൊണ്ട് രാഷ്ട്രീയം നേടിയവരാണ് ഈ സംഘപരിവാർ.
പക്ഷെ ആ സംഘപരിവാറിന്റെ ഇസ്ലാമോഫോബിയ, ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങൾ, പ്രലോഭനങ്ങൾ, അതിന് വഴങ്ങി അതിന് വിധേയപ്പെടുന്ന രാഷ്ട്രീയം, അതിനോട് നമുക്ക് വിരോധമുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് അത്തരം ഇവിടുത്തെ സെക്യുലർ എന്ന് പറയുന്ന ആളുകൾ, ഇവിടുത്തെ മതേതരന്മാർ എന്ന് പറയുന്ന ആളുകൾ, വലിയ മുസ്ലിം പ്രേണികൾ എന്ന് പറയുന്ന ആളുകൾ വരെയും സംഘപരിവാർ സംഘവിരുദ്ധ ആരോപണങ്ങൾ സംഘപരിവാറുമായി ചേർന്ന് മുസ്ലിം സമുദായത്തെ പ്രതികളാക്കി ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ ഭീകരന്മാരും തീവ്രവാദികളുമാക്കി അത്തരം കൂട്ടായ്മകളെ ഭീകരവൽക്കരിച്ച് പൈശാചികവൽക്കരിച്ചുകൊണ്ട് ഏതൊരു മൃദു ഹിന്ദുത്വത്തെ വളർത്തിയെടുക്കുന്ന രാഷ്ട്രീയം അത് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അത്രേ പറയുള്ളൂ. ബാക്കി നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അതിനപ്പുറം പറയാൻ ശരിയല്ല. ഒരു ഖുത്തുബയിലും മിമ്പറിൽ നിന്നിട്ട് UDF LDF എന്ന് പറയാനോ ഒന്നും ഞാൻ തയ്യാറാണ്, പറയൂല. അതേസമയം നിങ്ങൾ എന്റെ പാർട്ടി എന്ന് ഞങ്ങൾ അതാണ് അങ്ങനെ പറയരുത്. അത് ഒരു മുസ്ലിം ചേർന്നല്ല. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് ഈ രാജ്യത്തെ എന്റെ വിശ്വാസം, എന്റെ ആദർശം, ഇസ്ലാമിക സമൂഹം, അവരുടെ അഭിമാനം, അവരുടെ അന്തസ്, അവരുടെ ഭാവി, അവർ ഭൗതികമായ അസ്തിത്വം, ആദർശപരമായ അസ്തിത്വം, രണ്ടസ്തിത്വം. അവർ ഭൗതികമായ അസ്തിത്വം നമ്പർ വൺ ആദർശപരമായ അസ്തിത്വം അഥവാ ഇസ്ലാമിക സ്വത്വം, ഇസ്ലാമിക വിശ്വാസപ്രകാരം മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും തടസ്സമുള്ളതാണ്. രണ്ട് ഭൗതികമായ അസ്തിത്വം, രണ്ടസ്തിത്വം, ആദർശപരമായ അസ്തിത്വം, ഭൗതികമായ അസ്തിത്വം. ഇത് രണ്ടിനും ഇസ്ലാമിക സമൂഹത്തിന് അനുഗുണമാര്. ശത്രു ആരല്ല എന്ന്, മിത്രം എന്ന ഒരുപാട് ആരും പ്രതീക്ഷിക്കട്ട. പക്ഷെ ശത്രുത, ഇസ്ലാം വിരുദ്ധർ എന്നർത്ഥത്തിലുള്ള ഏറ്റവും വലിയ വിരുദ്ധരാരാണ്? വിരുദ്ധർക്ക് ഒപ്പം ചേരുന്നത് ആരാണ്? ആ ഇസ്ലാം വിരുദ്ധം, ഇസ്ലാം വെറുപ്പും, മുസ്ലിങ്ങളും ഇഷ്ടം, ഇസ്ലാമികമായ സ്വത്വം, മുസ്ലിങ്ങൾ ഇസ്ലാമികമായ സ്വത്വം, മുസ്ലിങ്ങൾ ഇസ്ലാമികമായി വളരുന്നത്, മുസ്ലിങ്ങൾ ഇസ്ലാമികമായി നിലനിൽപ്പ്, ഇസ്ലാമിക സംസ്കാരങ്ങളെയും ഇസ്ലാമിക മൂല്യങ്ങളെയും ഇസ്ലാമിക സദാചാരങ്ങൾക്ക് നിലനിൽപ്പിനും പ്രശ്നം സൃഷ്ടിക്കുന്നവരെയും യഥാർത്ഥം ഒഴിച്ചു നിർത്താം എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ നിലപാടുകൾ എടുക്കാൻ, ശരിയായ ആദർശ